നെയ്യുവിനെ ഉമ്മ സ്കൂളിൽ പിക്ക് ചെയ്യാൻ വന്നപ്പോൾ എങ്ങനെയാ ഡ്രൈവ് ചെയ്തേ? ഉഷാറില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല. നോർമലി ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ അടുത്തുണ്ടാവും. അപ്പോൾ ഒരുപാട് ഡൗട്ടുകളും റൗണ്ട് അബൌട്ട് എക്സിറ്റ് ആകുമ്പോൾ ഇഷ്യൂസും ഒരു പേടിച്ച് ഓടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ അടുത്തുണ്ടായിട്ട് കാർ ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാനില്ലാതെ നിനക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴോ സുഖം? അത് ഒറ്റയ്ക്ക് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ അടുത്തുണ്ടാകുമ്പോൾ പിന്നെ പേടി. അത് ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാണുമോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മളപ്പോൾ. സ്കൂളിൽ പിക്ക് ചെയ്യാൻ പോയപ്പോൾ വണ്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ മാനേജ് ചെയ്ത് വേറെ പിക്ക് ചെയ്യാൻ വന്ന പാരന്റിന്റെ വണ്ടിയൊക്കെ ഉണ്ടാവില്ലേ പാരന്റ്സിന്റെ? അതെ. തുറക്കും. അപ്പം ഞാൻ ചോദിച്ചു വരുന്നത് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈസി. ഇത് വലിയൊരു മെസ്സേജാണ്. നമ്മളെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും. ഈ പല പ്രശ്നങ്ങളും വരുമ്പോൾ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് ആണെങ്കിലും നമ്മൾ മറ്റൊരാളെ സഹായം തേടും. ഈ ഡ്രൈവിങ് പോലെ തന്നെ. ഡ്രൈവിങ് നിനക്ക് അറിയില്ലായിരുന്നു, നീ പഠിച്ചു കഴിഞ്ഞ് സ്വന്തമായിട്ട് കാർ എടുക്കും മുന്നേ ഞാനൊക്കെ അടുത്തിരുന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്തു. പിന്നെ നിനക്ക് അറിയാം കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ അറിയാവുന്ന അവസ്ഥയിലും ഞാൻ അടുത്തിരുന്ന് മിസ്റ്റേക്കുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ ഓടിക്കാൻ നിനക്ക് ഭയം, ഒരു കംഫർട്ട് ഉണ്ടാവില്ല. അതുപോലെയാണ് ജീവിതം. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളിൽ വീണ്ടും നമുക്കറിയാവുന്നതാണെങ്കിലും മറ്റൊരാളുടെ സഹായം തേടൽ നമ്മളെ കരുത്ത് ആക്റ്റീവ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലൈഫിൽ ഇതേപോലെ തന്നെ ഡ്രൈവ് കൊണ്ടുപോകുന്ന പോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട പല കാര്യങ്ങളുണ്ട്. എല്ലാത്തിലും എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാം. മനസ്സിലായോ? കുറച്ചും കൂടെ